ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവരും കേസരി എന്ന് പറയുമ്പോൾ അധികം ഇഷ്ടപ്പെട്ട് കഴിക്കുന്ന ഒരു സാധനമാണ്, അധികം അറിയുന്ന ഒരു സാധനമാണ്. പക്ഷേ ഇന്ന് നമ്മൾ ചെയ്യുന്നത് പാൽ കേസരിയാണ് കേട്ടോ. വായിൽ വെച്ചാൽ അലിഞ്ഞു പോകുന്ന വഴി അറിയില്ല. ട്രൈ ചെയ്താലോ? അപ്പോൾ അതിനായിട്ട് 3 ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നെയ്യ് ചൂടായി വന്നതിന് ശേഷം നമ്മുടെ അടുത്ത് ഏതാണ് നട്ട്സ് ഉള്ളത് അതെല്ലാം ഇട്ട് കൊടുത്തിട്ട് നല്ല ചൂടാക്കിയിട്ട് എണ്ണയിൽ നിന്ന് മാറ്റിയെടുക്കാം. അപ്പോൾ ഇതുപോലെ എണ്ണയിൽ നിന്ന് എല്ലാം മാറ്റിയെടുത്തതിന് ശേഷം അതേ നെയ്യിൽ തന്നെയാണ്, വീണ്ടും നെയ്യ് ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പം ഞാനിവിടെ 1 കപ്പ് റവ എടുത്ത് കൊടുത്തിട്ടുണ്ട്. റവ നന്നായിട്ട് ചൂടാക്കിയെടുക്കുക. നല്ല ചൂടായി വരട്ടെ. കളർ ചേഞ്ച് ആവേണ്ട, പക്ഷെ നല്ല മണം വരണം. ആ ഒരു രീതിക്ക് സിമ്മിൽ തന്നെ വെച്ചിട്ട് ഒരു 3 മിനിറ്റ് നന്നായിട്ട് ചൂടാക്കിയെടുക്കുക. നമ്മുടെ എണ്ണ നല്ല ചൂടാണല്ലോ, അതായത് നമ്മുടെ നെയ്യ് നല്ല ചൂടാണല്ലോ, അതിലേക്ക് ഇടുന്ന സമയത്തിന് ഏകദേശം നല്ല ചൂടായി കിട്ടും. അപ്പോൾ ഒരു 3 മിനിറ്റ് മാത്രം ഒന്ന് സിമ്മിൽ വെച്ച് നല്ല ചൂടാക്കിയെടുക്കാം. ചെറുതായി നമുക്ക് മണം വരാൻ തുടങ്ങും. ആ സമയത്ത് നമുക്ക് ഇതിലേക്ക് ബാക്കിയുള്ള സാധനങ്ങളെല്ലാം ചേർത്ത് കൊടുക്കാം. അങ്ങനെ ഏകദേശം നമ്മുടെ റവ നന്നായിട്ട് വറുത്ത് വന്നിട്ടുണ്ട്. നമുക്ക് ഇനി ചേർക്കുന്നത് പാലാണ്. അതായത് 1 കപ്പ് റവയ്ക്ക് 3 കപ്പ് പാലാണ് നമ്മൾ ചേർക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു റവ കേസരിക്ക് പാൽ കേസരി എന്ന് തന്നെ പേര് വന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ പാൽ ഒഴിച്ച് കൊടുത്ത് നല്ല മിക്സ് ചെയ്ത് കൊടുക്കാം. ചെറുതായിട്ട് കട്ടകൾ പിടിക്കും. അപ്പോൾ അത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് മാത്രമേ കട്ടകൾ ഉടഞ്ഞു പോകുള്ളൂ. അപ്പോൾ നല്ല മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ സമയത്ത് നമ്മൾ സിമ്മിൽ വെച്ച് കൊടുക്കുക. അപ്പോഴാണ് നമുക്ക് കട്ടകളൊക്കെ ഒന്ന് ഉടച്ച് കിട്ടുക. നമ്മൾ ഹൈയിൽ വെക്കുന്ന സമയത്ത് പെട്ടെന്ന് പാലൊക്കെ വറ്റി വേഗം കുറുകി വരും. അപ്പോൾ നമുക്കത് കട്ടകളൊന്നും ഉടച്ച് കിട്ടാൻ പറ്റില്ല. അപ്പോൾ അതിനെ നന്നായിട്ട് സിമ്മിൽ വെച്ചിട്ട് കട്ടകളൊക്കെ നന്നായിട്ട് ഉടച്ചെടുക്കാം. ഇപ്പോൾ അപ്പോഴത്തെക്കാളും ഒന്നുകൂടി കുറുകി വന്നിട്ടുണ്ട്. ഇനി ഒന്നുകൂടി തിക്കാവട്ടെ. അതിന് ശേഷം പിന്നെ നമുക്ക് ഇതിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം. അങ്ങനെ ഇത് കണ്ടില്ല. അപ്പോൾ ഈ ഒരു തിക്നെസ്സിലാണ് നമ്മൾ ആക്കിയെടുക്കുന്നത്. ഇതിന് ശേഷം നമ്മൾ എടുത്തിരിക്കുന്ന അതേ കപ്പിൽ തന്നെ 1.5 കപ്പ് പഞ്ചസാര ചേർക്കുന്നുണ്ട്. ആദ്യം 1 കപ്പ് പഞ്ചസാര ചേർത്തിട്ട് മിക്സ് ചെയ്തതിന് ശേഷമാണ് വീണ്ടും ഒരു 1/2 കപ്പ് ചേർക്കുന്നത് കേട്ടോ. നിങ്ങൾ മൊത്തത്തിൽ തന്നെ 1.5 കപ്പ് ആദ്യം തന്നെ ചേർത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഞാൻ ചെറുതായിട്ട് പിടിക്കുന്ന പോലെ ഉണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ആദ്യം 1 കപ്പ് ചേർത്തിട്ട് പിന്നെ മിക്സ് ചെയ്തതിന് ശേഷം വീണ്ടും ഒരു 1/2 കപ്പ് കൂടെ ചേർത്തത്. അപ്പോൾ മധുരം നിങ്ങൾക്ക് നല്ല കടുത്ത മധുരം വേണമെന്നെങ്കിൽ 2 കപ്പ് ചേർത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇപ്പോൾ 1.5 കപ്പ് എന്ന് പറയുന്ന സമയത്ത് കറക്റ്റായുള്ളൊരു മധുരമാണ്. അപ്പോൾ നല്ല മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ പഞ്ചസാര അലിയും തോറും നമ്മുടെ ഈ ഒരു കേസരിക്ക് ചെറിയൊരു ലൂസ് കിട്ടും. ആ ഒരു ലൂസോടുകൂടെ തന്നെ നമ്മൾ കുറച്ചുകൂടി നെയ്യും കൂടി ചേർക്കണം. അപ്പോൾ ഏകദേശം നല്ല മിക്സ് ആവാൻ തുടങ്ങിയിട്ടുണ്ട്. ഒന്നുകൂടി നല്ല ലൂസായി കിട്ടും. നല്ല ലൂസായി വരട്ടെ. അതായത് ഇപ്പോൾ ചെറിയ ചെറിയ തിക്കായിട്ടുള്ള ആ ഒരു റവയുടെ കട്ടകളുണ്ടല്ലോ, അപ്പോൾ അതെല്ലാം നന്നായിട്ട് മിക്സായി വരട്ടെ. അങ്ങനെ ഇതുപോലെയാണ് നമ്മൾ മിക്സ് ചെയ്തെടുക്കേണ്ടത്. ഇതിന് ശേഷം ഇതിലേക്ക് വീണ്ടും ഒരു 2 ടീസ്പൂൺ കൂടി നെയ്യ് ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ 1/2 കപ്പ് വേണമെങ്കിൽ നെയ്യ് ചേർക്കാം കേട്ടോ. അതായത് നമ്മൾ കല്യാണത്തിനൊക്കെ പോയാൽ അവിടെ നെയ്യായിരിക്കും റവയേക്കാളും കൂടുതലുണ്ടാവുന്നത്. അപ്പോൾ അത്രയ്ക്കൊക്കെ നെയ്യ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചേർക്കാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. ഞാനിപ്പോൾ നമ്മൾ വീട്ടിലേക്കൊക്കെ ആയിട്ടാണ്, അത് കാരണം അളവായിട്ട് തന്നെയാണ് കേട്ടോ നെയ്യ് ഒഴിച്ച് കൊടുത്തത്. ഇപ്പം നമ്മൾ ഒരു 4-5 ഏലക്ക ചെറുതായിട്ടൊന്ന് ചതച്ചിട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. കൂടെ തന്നെ ആദ്യം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട് നട്ട്സ്, അതും കൂടെ ചേർത്തിട്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഈ ഒരു ലൂസിലാണ് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യേണ്ടത്. ഇനി ഞാൻ ജസ്റ്റ് ഒന്ന് ചെറുതായി മിക്സായി കൊടുക്കുന്നുള്ളൂ, പക്ഷേ ഫ്ലെയിം ഓഫ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നല്ല മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കേസരി റെഡിയാണ്. ഇനി ഫൈനലായിട്ട് നമ്മളിപ്പോൾ ചേർക്കുന്നത് 2 ടീസ്പൂൺ പാൽപ്പൊടിയാണ് കേട്ടോ. ഇത് ഓപ്ഷനിലാണ്, പക്ഷേ ഇത് ചേർക്കുമ്പോൾ ശരിക്കും നല്ലൊരു മണം ഉണ്ടാകും. അതായത് നമ്മുടെ പാൽ കേസരിക്ക് ഈ ഒരു പാലിൻ്റെ ഒരു മണം തരുന്നത് നമ്മൾ ഈ ഒരു പാൽപ്പൊടിയിലാണ്. അങ്ങനെ ഇതുപോലെയാണ് നമ്മുടെ ഈ ഒരു കേസരി ഉണ്ടാവേണ്ടത് കേട്ടോ. കണ്ടല്ലോ, നല്ല സ്മൂത്തായിട്ടുണ്ട്. അത് വായിൽ വെച്ചാലും ഇതുപോലെ തന്നെയാണ്. വായിൽ വെച്ച പാട് ഉള്ളിലേക്ക് പോകുന്ന വഴി അറിയില്ല കേട്ടോ. അത്രയും സ്മൂത്തായിട്ട് അങ്ങനെ ഉണ്ടാവും കേട്ടോ കഴിക്കുന്ന സമയത്ത്. അപ്പോൾ ഇനി സ്വീറ്റ് കഴിക്കണമെന്ന് തോന്നിയാൽ മടിക്കണ്ട കേട്ടോ. ഒരു 10 മിനിറ്റുള്ള, എനിക്കൊരു 15 മിനിറ്റുള്ള നമുക്കൊരു കേസരി വേണമെന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നവരാണെങ്കിൽ ഈ ഒരു പാൽ കേസരി ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. മസ്റ്റായിട്ടും എല്ലാവർക്കും ഇഷ്ടമാകും. നല്ല സ്മൂത്തായിട്ടുണ്ടാവും, കണ്ടല്ലോ. അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. വായിൽ വെച്ചാൽ അലിഞ്ഞു പോവും. ഒരു മൈൽഡായിട്ടുള്ളൊരു ഫ്ലേവറും ടേസ്റ്റ് എന്ന് പറയുന്ന സമയത്ത് അടിപൊളിയാണ്. ട്രൈ ചെയ്ത് നോക്കുക. ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.